ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 25-26 എന്തായാലും ഗവൺമെന്റ് സർവീസിൽ കയറും. 2025-26 വി വിൽ ബി ഗവൺമെന്റ് എംപ്ലോയിയുടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആ ഒരു ടാഗ് നമുക്കിട്ട് നമ്മളിവിടെ വരണം, സിവിലിയൻസ് വരണം, ഇവിടുത്തെ എല്ലാ ടീച്ചർമാരെയും കാണും. അതുപോലെ തന്നെ ശരിക്കും തന്നെ 26 ഫെബ്രുവരി 11 26 ആദ്യം തന്നെ എനിക്ക് കയറാൻ പറ്റി. നമ്മുടെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കുമ്പോൾ, ആ ഒരു ടൈം ബൗണ്ടിൽ തന്നെ നേടിയെടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു പ്ലഷറായിരുന്നു. ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഓരോ പരീക്ഷ എഴുതുമ്പോൾ നമ്മളെന്താ പരീക്ഷ പാസ്സാകാറല്ലേ. ഇപ്പം നമ്മൾ പരീക്ഷ എഴുതുന്നത് എന്തിനാ, നമ്മുടെ സാലറിക്ക് വേണ്ടിയിട്ട്, നമ്മളെ ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു ആ ടാഗിന് വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ട് പഠിക്കണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കും. എൻ്റെ പേര് രമ്യ കൃഷ്ണൻ. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. ഞാൻ 2024 ഫെബ്രുവരി ബാച്ചിലാണ് സിവിലിയൻസിൽ ജോയിൻ ചെയ്യുന്നത്. ബാച്ചിൽ വന്നു കഴിഞ്ഞപ്പം വരാനുള്ള ഗ്രേറ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഗോകുൽ സാറാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഒരു 10 years ബ്രേക്കിന് ശേഷം ഒരു പഠിത്തത്തിലേക്ക് വരാൻ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഉള്ളൊരു ആ ഫുൾ മോട്ടിവേഷൻ തന്ന ഗോകുൽ സാറാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്താകും, ഈ ചെറിയ പിള്ളേരുടെ കൂടെയാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് പറ്റുമോ, അവരുടെ ഒപ്പം ഓടിയെത്താൻ പറ്റുമോ എന്ന് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റുമെന്ന് മനസ്സിലായി. ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വീക്ക്ലി ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റിയൊക്കെ നല്ല സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, ഇവിടെ ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ദിവസവും പഠിക്കാനുള്ള നോട്ട്സും പഠിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് പാരലി എക്സാംസ് വരുവാണെങ്കിൽ അതിനും കൂടെ ഞാൻ പഠിക്കാറുണ്ട്. ഇപ്പം സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് 8 months 9 months കോഴ്സ് ഇല്ലെങ്കിൽ ഓർ ചേർന്നാണ് 6 month കോഴ്സ്, അതൊരിക്കലും ബ്രേക്ക് ആകാതെയാണ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒട്ടും ചുരുക്കാതെയും അങ്ങനെ ഫുൾ സ്ട്രെച്ചിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് PSCയുടെ പരീക്ഷ വരും. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനും കൂടെ പാരലി പ്രിപ്പയർ ചെയ്യണം. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. ഗോകുൽ സാറായാലും ജിഷ്ണു സാർ, ഞങ്ങളെ അന്ന് പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മളെ വെല്ലായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യിക്കും. ഓരോ എക്സാംസ് എഴുതുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാണ് തെറ്റുകൾ, എങ്ങനെ നെഗറ്റീവ്സ് കുറയ്ക്കാം, നമ്മളെങ്ങനെയാണ് ഒരു പരീക്ഷ, അതുപോലെ ഒരു പരീക്ഷയ്ക്ക് സ്പീഡ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഏടെ എക്സാമിന് മെയിനായിട്ട് നോക്കേണ്ടത് സ്പീഡാണ്. പിന്നെ നമ്മൾക്ക് എങ്ങനെ നെഗറ്റീവ്സ് കുറയ്ക്കാം, അത് 2 പരീക്ഷകൾക്കും നമ്മൾ മെയിനായിട്ട് ട്രെയിൻ ചെയ്യണം. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. നെഗറ്റീവ്സ് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ സ്പീഡ് കൂട്ടാം, എങ്ങനെ മെമ്മറി നമുക്ക് കൂട്ടാൻ പറ്റും, എങ്ങനെ റിവിഷൻ ചെയ്യാം, അതെല്ലാം ഇവിടെ നമുക്ക് ട്രെയിൻ ചെയ്തു തരും കൃത്യമായിട്ട്. പിന്നെ ബുക്സ് ആയാലും എല്ലാം നമ്മൾ ആദ്യമേ മേടിക്കുക. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് രീതി അന്നുള്ള ഭാഗത്തിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് അന്നൊന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും മാറ്റി വെക്കരുത്. എന്ന് വെച്ചാൽ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് അന്ന് ചെയ്യുക. പാരലി നമുക്ക് ഇത്തിരി അധികം സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മുടേതായ സമയത്തിന് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ PSC പരീക്ഷകൾക്ക്, പാരലി വരുന്ന PSC പരീക്ഷകൾക്ക് പഠിക്കുക. രാവിലെ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടും കൂടെ നമ്മളിവിടെ പഠിക്കുക. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു ബേർഡനായിട്ടോ അങ്ങനെയൊന്നും വിചാരിക്കുകയോ ചെയ്യരുത്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. മാക്സിമം നമ്മുടെ 100% ഇട്ടാലും നമുക്ക് എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ഒന്നും നമുക്ക് ഭയങ്കര വലിയ ടാസ്ക് അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യണ്ട. നമ്മൾ സാധാരണ PSC ട്രൈ ചെയ്യുന്നവരുടെ കാര്യമാണ് എനിക്ക് അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തുമാത്രമാണ് പഠിക്കാനുള്ളത്. അത് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഭാഗം, ഒരു പോർഷൻ, കടലാണെങ്കിൽ കടലിലെ ഒരു ബക്കറ്റിലെ വെള്ളത്തിൻ്റെ അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. പക്ഷെ അവർക്കതല്ല, കടൽ പോലെയാണ് പഠിക്കാനുള്ളത്. നമ്മൾ ആ ഒരു അത്രയും ചെറിയൊരു സാധനമാണ് നമ്മളെ ഇവിടെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പം നമ്മളിവിടെ വരിക, നമ്മൾ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും, എന്നെപ്പോലെ ബേസൊക്കെ നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഡയറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ടീച്ചർമാർ പറഞ്ഞു തരും. ഞാനിവിടെ 2024 ഡിസംബറിലാണ് ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നത് സിവിലിയൻസിൽ നിന്ന്. അപ്പോൾ അന്ന് ഞാൻ ഫെയർവെൽ ഡേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 25-26 എന്തായാലും ഗവൺമെൻറ് സർവീസിൽ കയറും.
അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ 26 ഫെബ്രുവരി 11 26 ആദ്യം തന്നെ എനിക്ക് കയറാൻ പറ്റി. അതൊരു ഭയങ്കര ഒരു നമ്മുടെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കുമ്പോൾ ആ ഒരു ടൈം ബൗണ്ടിൽ തന്നെ നേടിയെടുക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു പ്ലഷറായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ദിവസം നമ്മുടെ കയ്യിൽ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുന്ന പോസ്റ്റ്മാൻ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്ന ദിവസം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി നമുക്ക് താനേ വരും. നമ്മളെപ്പോൾ ഡൗൺ ആകുന്നോ, നമ്മുടെ ലൈഫിൽ എപ്പോൾ ഡൗൺ ആകുന്നോ ആ സമയത്തൊക്കെ നമ്മളൊരു ഹാപ്പി മൊമെൻറ്റ് ഇനി നമുക്ക് വരാനുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. അല്ലാതെ ഞാനൊരു സ്ട്രഗ്ലിംഗ് മൊമെൻറ്റിലേക്ക് പോകാനല്ല. നമ്മളൊരു ഹാപ്പി മൊമെൻറ്റ്, നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളുടെ മോള്, ഇല്ല ഇന്ന ആളുടെ മോൻ, ഇല്ല ഇന്ന സ്ഥലത്തെ ഒരാള് പ്രമുഖൻ്റെ ഇന്നയാള്, അങ്ങനെയല്ലാതെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ പേര് രമ്യ കൃഷ്ണൻ ആർ, LSTD ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, LSTD ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പം അങ്ങനെ വേണം നമ്മളെപ്പോഴും ചിന്തിക്കാൻ. ലൈഫിലായാലും എല്ലാ കാര്യങ്ങളിലും ഒരു ഐഡൻറ്റിറ്റി ഇല്ല. നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും നമ്മൾ എന്താണ് ആ ഒരു പൊസിഷനാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇപ്പം നമുക്ക് ഓരോ ടോക്കിലായാലും എന്തെങ്കിലും കാര്യങ്ങളായാലും നമുക്ക് ഓരോ ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസിനെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ ആ ആൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഇല്ല ഇന്ന സ്ഥലത്തെ ചീഫ് എഞ്ചിനീയറാണ്, അതുപോലെ ആയിരിക്കണം നമ്മളും അറിയപ്പെടേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആകാം, പല പല കാര്യങ്ങൾ ഉണ്ടാകാം നമ്മുടെ ലൈഫിൽ. അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡൗൺ ആയിട്ടുള്ള മൊമെൻറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി വന്ന ഒരാളാണ്. അപ്പം അതിലും വലിയ സങ്കടത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതൊരു ദൃഢനിശ്ചയത്തിലാണ് ഞാൻ ഇവിടെ സിവിലിയൻസിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്ത് ഡൗൺ ആയാലും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് അതിനേക്കാളും വലുതായിട്ട് വന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവും കൂടുതലായിട്ടുള്ള ആളുകൾക്ക്. ഇപ്പം നമ്മളെപ്പോഴും ഹാപ്പി മൊമെൻറ്റിലൂടെ ആയിരിക്കില്ല വരുന്നത്. ചിലർക്ക് അങ്ങനെ ആകാം, ചിലർക്ക് അങ്ങനെ അല്ലാതായിരിക്കാം. പക്ഷെ അതിലും വേഴ്സ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലൂടെ വന്നൊരാളാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ച അതിലും വലിയ സങ്കടമൊന്നും എനിക്കിനി വരാനില്ല. അതിലും വലിയ ഒരുപാട് സങ്കടത്തിലൂടെയാണ് ഞാൻ വന്നത്. അപ്പം നമുക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റും. അതിൽ നിന്ന് ഉയർന്നു വരാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇത്ര ഡൗൺ ആയാലും എനിക്ക് എന്നെ തന്നെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഒരിക്കലും വേറൊരാൾക്ക് നമുക്ക് മോട്ടിവേറ്റ് ചെയ്താൽ ഒരു പരിധി വരെ ചിലപ്പോൾ 1 day or 2 day നമുക്ക് ചിലപ്പോൾ ആ മോട്ടിവേഷൻ, എൻ്റെ ഒരു കേസിൽ ഞാൻ പറയുകയാണ്, എനിക്ക് ആര് മോട്ടിവേറ്റ് ചെയ്താലും നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഐ തിങ്ക് നമ്മുടെ ബെസ്റ്റ് മോട്ടിവേറ്റർ അല്ലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെയാണ്. നമുക്ക് തന്നെ നമ്മളെ ഉയർത്താൻ പറ്റുള്ളൂ. അങ്ങനെ വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്ത പിന്നെ ആർക്കും നമ്മളെ തടയാൻ പറ്റത്തില്ല. എന്തൊക്കെ ലൈഫിലെ എന്തൊക്കെ സിറ്റുവേഷൻ നമ്മളെ പുൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ടാകും. നമ്മുടെ വീട്ടിലെ പല പല കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, ഇല്ല ഫാമിലി സിറ്റുവേഷൻസ്, ചിലപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അകത്ത് ടെൻഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം നമ്മൾ നേടിക്കഴിഞ്ഞാലുള്ളൊരു കാര്യം, ഇല്ലെങ്കിൽ ആ ചെയറിലിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം ചിന്തിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എനർജി നമുക്ക് താനേ കിട്ടും. ഞാൻ കമ്പൈൻ സ്റ്റഡി അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ചുറ്റുമുള്ള ആരും ഭയങ്കര സ്പീഡിൽ പഠിക്കുമ്പോൾ എനിക്ക് അത്രയും ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ ഇല്ലായിരുന്നു. ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് സമയം എടുത്ത് പതുക്കെ പഠിച്ചു വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ പഠിച്ചു പോകും. അപ്പോഴത്തേക്ക് അത് കഴിയും. പക്ഷെ മറക്കുന്ന ഭയങ്കര സ്ലോ ആണ്. കുറച്ച് നേരം ഓർത്തിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെ നിങ്ങളുടെ പോസിറ്റീവ്സ് എന്താ നെഗറ്റീവ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം കമ്പൈൻ സ്റ്റഡിയാണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഓക്കെ, ഗോ ഫോർ ദാറ്റ്. ഇല്ല നിങ്ങൾക്കല്ല ഒറ്റയ്ക്കിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ പോസിറ്റീവ്, നിങ്ങളുടെ മെമ്മറി അതും നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ അയ്യോ ഞാൻ പെട്ടെന്ന് മറക്കുന്നുണ്ടോ, അത് റെക്ടിഫൈ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് പ്രോബ്ലമാണ്, ബുദ്ധിമുട്ട്, അത് ചില പിള്ളേർ പറയുന്നത് കേൾക്കാം കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും ഡിവിഷനൊക്കെ വന്നാൽ കട്ട് ചെയ്ത് അപ്പം നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന സിംപ്ലിഫൈ ചെയ്ത് ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾ നോക്കി ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുക. നമ്മൾ 100% നമ്മൾ ഒന്നും വിടാതെ അങ്ങ് പഠിക്കുക. ഈ ഒരു 2026-27 നമ്മൾ ജോലിക്ക് കയറണം എന്നുള്ള രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കയറി പറ്റാതെ
റാങ്ക് ലിസ്റ്റിൽ ഹൈ ലെവലിൽ തന്നെ കയറിപ്പറ്റി ഏറ്റവും അടുത്ത നിമിഷം തന്നെ ജോലിയിലേക്ക് കയറിപ്പറ്റാൻ പറ്റട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.